നേരെ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ് അല്ലെ. അവിടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നടന്നിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. താരിഖ് റഹ്മാൻ സർക്കാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമുണ്ട്. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബംഗ്ലാദേശിൽ നടന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് കൂടിയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായിരിക്കും നിലപാടുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പ്രധാനമന്ത്രിക്ക് ക്ഷണമുണ്ട്. അപ്പോൾ പോകാനുള്ള ഒരു തീരുമാനമുണ്ടോ? പറയൂ, അവിടെ നിന്നുള്ള ബംഗ്ലാദേശിൽ ഏറ്റവും പുതുതായി എന്ത് സംഭവിക്കുന്നു? ഗുഡ് മോർണിംഗ് പ്രവിത സ്മിത. ബംഗ്ലാദേശിന്റെ പുതിയ സർക്കാർ, അതായത് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ചൊവ്വാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുക. ആ വിവരം ഇന്നലെയാണ് ആ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്ന വിവരവുമുണ്ട്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. മറ്റൊന്ന്, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. അതായത് ധാക്കയിൽ നിന്നുള്ള ക്ഷണം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിനുള്ള കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചൊവ്വാഴ്ചയാണ് ഇന്ത്യ സന്ദർശിക്കാനായി ഇരിക്കുന്നത്. ആ ഘട്ടത്തിൽ ചില ഉഭയകക്ഷി ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ചില ചർച്ചകൾ കൂടിയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളതിലാണ് ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടത്. ഒപ്പം തന്നെ AI ഇമ്പാക്ട് ഉച്ചകോടിയും ഡൽഹിയിൽ നടക്കുകയാണ്. പല രാഷ്ട്ര നേതാക്കൾ, തലവന്മാർ കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പങ്കെടുത്തേക്കില്ല എന്ന സൂചനകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മറ്റൊരു പ്രതിനിധിയായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അയക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ പ്രധാനപ്പെട്ടത് ഇനിയുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ മോശം തരത്തിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയുണ്ട്. നയതന്ത്ര ബന്ധം പൂർണ്ണമായി അകലുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ പുതിയ സർക്കാരിലേക്ക് വരുമ്പോൾ ഇന്ത്യയും ചില പ്രത്യാശകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശും അത്തരമൊരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം താരിഖ് റഹ്മാൻ വ്യക്തമാക്കിയത് ഇന്ത്യയുമായുള്ള ബന്ധം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ വിജയത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഫോൺ സംഭാഷണം നടത്തുകയുമുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതകൾ കൂടി ഈ പുതിയ സർക്കാരിലൂടെ തുറന്നു കിട്ടുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇനി ഇതിൻ്റെ ഭാഗമായി മുൻപിലുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തിന് നേരെയുണ്ടായ ആക്രമണം, അതിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടെല്ലാം ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം, അതിൻ്റെ അവസ്ഥ എന്താണ്, അത് ഏത് രീതിയിലേക്ക് ആ സാഹചര്യം വഴിമാറും എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും നിലവിലെ സർക്കാരിനെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷം മറികടന്നുള്ള ഒരു സംഖ്യ ആ സർക്കാരിനുണ്ട്. ഏതാണ്ട് 200-ലധികം സീറ്റുകളിലാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ സർക്കാരിന് അവിടെ ഒരു ബലമുണ്ട്. എന്തായാലും ആ സർക്കാരിൻ്റെ തീരുമാനങ്ങളായിരിക്കും ഇനി നയതന്ത്ര ബന്ധത്തിൽ ഒരു നിർണായക ഘടകമായി മാറുക. പ്രവിത സ്മിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അച്യുതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശുമായി നല്ലൊരു ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്ക് ആകണം എന്നുള്ളതാണ് തന്നെ ഏറ്റവും പ്രധാനം. അയൽക്കാർ നന്നായിരുന്നാൽ നമുക്കും സമാധാനം. മൂന്ന് ഭാഗത്തും ശത്രുക്കളാണ്. ശത്രുതയില്ലാതെ വരട്ടെ. എല്ലാം എന്താ പറയാ, എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ പോകുന്ന ഒരു കാലമാണ്. ഒരു കിനാശേരിയാണ് നമ്മുടെയൊക്കെ സ്വപ്നം. യുദ്ധങ്ങളില്ലാതിരിക്കട്ടെ, രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.